നിങ്ങൾ ഈ കാണുന്നത് ഭയാനകമായ ഒരു കാഴ്ചയാണ്. തീർച്ചും ദരിദ്രമായ ഒരു കുടുംബത്തിലെ ഒരു മകൻ സ്വന്തം മാതാപിതാക്കളോട് ഐഫോൺ വേണമെന്ന് ശാഠ്യം പിടിച്ചു. മകൻ്റെ ശാഠ്യത്തിന് മുന്നിൽ ദരിദ്രമായ ആ മാതാപിതാക്കൾ വഴങ്ങേണ്ടി വന്നു. അങ്ങനെ മകന് ലോൺ സൗകര്യത്തിൽ ഒരു ഐഫോൺ വാങ്ങിക്കൊടുത്തു. ഐഫോണിൻ്റെ ലോൺ മുടങ്ങിയപ്പോൾ മകൻ ദരിദ്രരായ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ മകനെ ജീവന തുല്യം സ്നേഹിക്കുന്ന സ്വന്തം പിതാവ് ആ മകനെ രക്ഷിക്കുവാൻ വേണ്ടി ബലപ്രയോഗം നടത്തുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. മകൻ്റെ അതിബലമായ മുഷ്ടിയിൽ ഈ പിതാവ് തീർത്തും തളർന്നുപോയി. അങ്ങനെ ഈ മകനും പിതാവും താഴ്ചയേറിയ പാറക്കെട്ടുകളിലേക്ക് വീണുകൊണ്ട് ഇവരുടെ ശരീരഭാഗങ്ങൾ ചിതറിപ്പോയി. ഇത് കണ്ടുകൊണ്ട് അടുത്ത് നിന്നിരുന്ന ഈ മകൻ്റെ മാതാവും കൂടെ ചാടി. അങ്ങനെ 3 മനുഷ്യ ശരീരങ്ങൾ പാറക്കെട്ടുകളിൽ അടിച്ചുകൊണ്ട് ചിതറിപ്പോയി. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസ് വ്യക്തമാക്കുന്നത് ഐഫോണിന് വേണ്ടിയല്ല കുടുംബം ആത്മഹത്യാ മുനമ്പിൽ വന്നതെന്ന്, മറിച്ച് കുടുംബ വഴക്കിനെ തുടർന്നാണ് ഇതുപോലെയൊരു ദാരുണമായ സംഭവം സംഭവിച്ചു എന്ന് പോലീസിന്റെ ഭാഷ്യം. സാധാരണക്കാരന് ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിക്കണമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് സാധ്യമല്ല. എന്താണ് കാരണം? നമ്മുടെ രാജ്യം ഭരിക്കുന്നതിന് മുമ്പ് 3000 രൂപയ്ക്ക് നല്ല ഒരു ആൻഡ്രോയിഡ് ഫോൺ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതുപോലെയുള്ള ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങണമെങ്കിൽ മാക്സിമം 20,000 രൂപയെങ്കിലും വേണം. ഇത് നമ്മുടെ ജിയുടെ ബിസിനസ് തന്ത്രമാണ്. 150 കോടി ജനങ്ങളെ വെച്ച് എങ്ങനെ ബിസിനസ് ചെയ്യാമെന്നുള്ള അതിമഹത്തായ ബിസിനസ് തന്ത്രം. ആ തന്ത്രം നമ്മുടെ ജി അതിമനോഹരമായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ജി നമ്മുടെ രാജ്യം ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം ജനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും 10 ഇരട്ടിയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 150 കോടി ജനങ്ങളിൽ ജി ചെയ്യുന്ന ബിസിനസ് തന്ത്രമാണത്. അതുമാത്രമല്ല, 55 ലക്ഷം കോടി കടമുണ്ടായിരുന്ന നമ്മുടെ രാജ്യത്തെ ജി മനോഹരമായി വികസിപ്പിച്ചുകൊണ്ട് അത് 200 ലക്ഷം കോടിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ ജി. നമ്മുടെ രാജ്യത്തെ വികസനം അത് വേണ്ടേ? ഇതെല്ലാം രാജ്യത്തിൻ്റെ നന്മക്കാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കൂ ജനങ്ങളെ. നമ്മുടെ രാജ്യത്തിലെ രോഗികൾ കഴിക്കുന്ന മരുന്നിൻ്റെ 3 ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ജി ഈ പാവപ്പെട്ട രോഗികൾക്ക് ജിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് കുറേ മരുന്ന് ഷാപ്പുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പാവപ്പെട്ട രോഗികളെ നിങ്ങൾ അവിടെ പോയി മരുന്ന് വാങ്ങിച്ചോളൂ എന്ന് ജിയുടെ ആഹ്വാനം. ജിയുടെ ഈ മഹത്തരമായ ബിസിനസ് തന്ത്രം മനസ്സിലാക്കിയ രോഗികൾ ആരും ജിയുടെ ഫോട്ടോ വെച്ച മെഡിക്കൽ ഷോപ്പുകളിലേക്ക് പോകുന്നേയില്ല. എന്തിനു പറയുന്നു? ജിയുടെ അനുയായികൾ പോലും ആ ജിയുടെ ഫോട്ടോ വെച്ച മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നില്ല എന്നുള്ള സത്യം എത്ര പേർക്ക് അറിയാം? രോഗം വന്നു കഴിഞ്ഞാൽ ജീവൻ വെച്ചുള്ള കളിക്ക് ഞങ്ങളില്ല എന്നാണ് ജിയുടെ അനുയായികൾ പറയുന്നത്. ഇവിടെ തകർന്നു വീഴുന്നത് മോദി ഗ്യാരണ്ടിയാണ്. 150 കോടി ജനങ്ങളുടെ തല വെച്ചുകൊണ്ട് ജി കടം വാങ്ങിയിട്ടുണ്ട് എന്നാണ് ചിലർ പറയുന്നത്. സത്യത്തിൽ രാജ്യത്തിന്റെ കടം നോക്കിക്കഴിഞ്ഞാൽ ഇത് സത്യമാണെന്ന് വിശ്വസിച്ചു പോകും. പക്ഷേ ഇവിടെ കഷ്ടമുള്ളത് ജി പണയം വെച്ച തലകളിൽ ചാണകത്തലകൾ കുറച്ചേ ഉള്ളൂ. അത് പൊട്ടിത്തെറിച്ചാലും കുഴപ്പമില്ല. പക്ഷേ തലച്ചോറുള്ള, ചിന്തിക്കാൻ കഴിവുള്ള, ബ്രില്യൻ്റ് ആയിട്ടുള്ള തലകൾ പൊട്ടരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.